നമസ്കാരം. എൻ്റെ ചാനലിനകത്ത് ബിഗ് ബോസിനെ കുറിച്ച് മാത്രമല്ല ഞാൻ തുടങ്ങിയതും ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നില്ല. പൊതുജനങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളായിരുന്നു ഞാൻ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത് പലപ്പോഴും ഞാൻ ഇതിനിടയ്ക്കെല്ലാം പറഞ്ഞിട്ടുമുണ്ട്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ എനിക്കൊരു പുതിയൊരു കാര്യമാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അതായത് കേരളത്തിലെ നവജാത ശിശുക്കൾ ളുടെ വൈകല്യങ്ങൾ കൂടുന്നു. അത് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. സത്യം പറഞ്ഞാൽ വൈകല്യങ്ങൾ ഇല്ലാതെ ഒരു കുട്ടിയെ കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഒരു മാതാപിതാക്കളെ സംബന്ധിച്ച് ഏറ്റവും ഭാഗ്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഒരു വൈകല്യം ഉണ്ടായാൽ സ്വസ്ഥമായിട്ട് മരിക്കാൻ പോലും പറ്റില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതായത് ഇപ്പം വൈകല്യങ്ങളുള്ള എന്തെങ്കിലും കുട്ടികളുടെ ആ മരണശേഷം അവരെ ആര് നോക്കും എന്നുള്ള ഒരു ആദി അല്ലേ പലപ്പോഴും, അതായത് പ്രത്യേകിച്ച് ഒറ്റ കുട്ടികളൊക്കെ ഉള്ളെങ്കിൽ. അതുപോലെ തന്നെ നമ്മുടെ പ്രശസ്തനായ ഒരു നടന്റെ മകനെ കഴിഞ്ഞ ദിവസമൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വളരെയധികം വിഷമമാണ്. വളരെ മനോഹരമായൊരു വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ മകനെ കുറിച്ചൊക്കെ കണ്ടപ്പം സത്യം പറഞ്ഞാൽ ലാലേട്ടന്റെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ നിൽക്കുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. കാരണം അവർക്ക് അതിന് ശേഷം ആരും ഇല്ലല്ലോ എന്നൊരു വിഷമം ഓർത്ത്. അതേപോലെ തന്നെ ഒരു അവസ്ഥ, അതായത് 2021 ഏകദേശം 2635 പേരെ 2021 2635 കുട്ടികൾക്കായിരുന്നു ജനിതക വൈകല്യങ്ങളോടുകൂടി ജനിച്ചത്. അത് 2023 ആയപ്പോൾ, ഓർക്കണം നമ്മളിപ്പോൾ 26ലേക്ക് എത്താൻ പോവുകയാണ്. 25 തീർന്ന് 26ലേക്ക് എത്താൻ പോവുകയാണ്. പക്ഷെ 23 അത് 4779 കുട്ടികളാണ് കേരളത്തിൽ മാത്രം ജനിതക വൈകല്യങ്ങളോടുകൂടി ജനിക്കുന്നത്. അതിന്റെ കാരണങ്ങൾ പലതാണ് പറയുന്നത്. ഫോണിന്റെ അതിപ്രസരമായ ഉപയോഗം, അതുപോലെ തന്നെ ആഹാര സാധനങ്ങൾ നമ്മൾ കഴിക്കുന്നതിലുള്ള വ്യത്യാസം. എനിക്ക് തോന്നുന്നു ഫോണിനെക്കാളും ആഹാര സാധനങ്ങൾ നമ്മളിപ്പം പണ്ടൊക്കെ നമ്മൾ എൻ്റെയൊക്കെ ഗർഭകാലത്ത് ഞങ്ങൾ കഴിക്കുന്ന ഇഷ്ടപ്പെട്ടിട്ട് കപ്പയും മീനും അല്ലെങ്കിൽ ചിക്കൻ കറി, ബിരിയാണി, ഇതൊക്കെയായിരുന്നു നമുക്ക് ഏറ്റവും, അല്ലെങ്കിൽ ഉപ്പിട്ട കഞ്ഞി, അങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരുന്നു ഗർഭകാലത്ത് അല്ലേ. പക്ഷെ ഇപ്പോഴത്തെ ആ ഇഷ്ടങ്ങൾ മാറിയിട്ട് അൽഫാം മന്തി, അൽഫാം, അങ്ങനെയുള്ള നമുക്ക് പോലും പേര് പോലും അറിയാൻ പറ്റാത്ത എത്രയോ സാധനങ്ങൾ, ഹെൽത്തി അല്ലാത്ത അൺഹെൽത്തി സാധനങ്ങൾ നമ്മൾ കഴിച്ചു കൂട്ടുന്നു. ഇതിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ജനിതക വൈകല്യങ്ങൾ ഉണ്ടാകുന്നത്. തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് SITയിൽ നിന്നുള്ള വിവരമാണ്, അല്ലാതെ ആരും പത്രക്കാരുടെ ഒന്നുമല്ല. SIT നിന്നുള്ള ഔദ്യോഗികമായ കണക്ക് തന്നെയാണ്, അല്ലാതെ വേറെ എങ്ങൊന്നും ഊഹാപോഹം പറയുന്നതല്ല. അതുകൊണ്ട് നമ്മൾ ഈ 9 മാസം അല്ലേ, പ്രസവ സമയം അത്രയും നാളെങ്കിലും നമ്മുടെ കുട്ടികളോടുള്ള, ജനിച്ചു കഴിഞ്ഞതിന് ശേഷമല്ല, ജനിക്കുന്നതിന് മുമ്പും നമുക്ക് നമ്മുടെ കുട്ടികളോട് ചില കടമകളുണ്ട്. അപ്പം അത്രയും നാളെങ്കിലും ആ കുട്ടി ജനിക്കുന്നത് വരെയെങ്കിലും നല്ല ആഹാരം, ആരോഗ്യപരമായ രീതിയിലുള്ള ആഹാരം കഴിച്ച് അവരെ പൂർണ്ണതയിൽ എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ചെറുപ്പകാലത്ത് നമ്മളൊക്കെ അത് ഓരോരുത്തർ പറയുമ്പം അതേപോലെ തന്നെ ചെയ്തുകൊണ്ടാണ് ജനിതക വൈകല്യങ്ങളില്ലാത്ത കുട്ടികൾ ഉണ്ടാകുന്നത്. അത് ഒരാരുടെയും ദോഷമോ ഒന്നുമല്ല, അതൊക്കെ നമ്മുടെ ആഹാരത്തിലും ഓരോ ചെയ്യുന്നതിലുമുള്ള വ്യത്യാസം കൊണ്ടുണ്ടാകുന്നത്. അപ്പോൾ ഇനിയെങ്കിലും ശ്രദ്ധിച്ച് ആരോഗ്യമുള്ള കുട്ടി